Good morning. And a good morning to you. How many kilometers from Muscat, Salala? Okay, I found this on the web for how many kilometer from Muscat Salala. Check it out. ഓടി വരുന്നു. ആ സൈഡിൽ സലാല, ആ സൈഡിൽ ദുബായ്, നേരെ ബാക്കിൽ സൗദി അറേബ്യ പോലെ. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണേ. നമ്മൾ കോബ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടൽ കേട്ടോ, അൽമഹ ഇൻ്റർനാഷണൽ ഹോട്ടൽ. പിന്നെ നമ്മൾ യാത്രയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പരിചയപ്പെട്ട ഹോട്ടൽ ഓണറിൻ്റെ ജ്യേഷ്ഠല്ലേ തമീം. ഹായ്, അസ്സലാമു അലൈക്കും. അവിടെ ആരല്ലേ? ഒരു ഫാദർ ഉണ്ടോ? സലാം. ഒരു ഫോണിലാണ്. പിന്നെ എൻ്റെ അസർ വന്നിട്ട്, ഞാൻ അസർ ഒപ്പരാണ് കോളേജിൽ നിന്ന് ചാടിപ്പോയത്. ഇജിൻ്റെ മുന്നേ പോയിണോ? അത് ശരി. ഇപ്പം എല്ലാവരും നിലയിലെത്തി, ഞാൻ മാത്രം ഇങ്ങനെ തൊണ്ടായി പോയത്. പിന്നെ നമ്മളെ റിസപ്ഷൻ മാനേജർ, ഹൗ ആർ യു? ഫൈൻ. മംഗലാപുരത്തുകാരനാട്ടോ, നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. ഹായ് ഓൾ. നാം ഷിസ്മോ, sweet name, halawa name. حمادة. ايش؟ حمادة. حمادة. ايوه انت من مصر؟ ايوه انا رويال مصر بعد سعودي عربيا. اور هلا هاو ار يو؟ شو اسمه؟ نيما أحمد. نيما احمد. إيجيبت. محل؟ إيجيبت. مصر كمان. مصر. مصر. وعليكم السلام. ഇസ്ലാം ബംഗ്ലാദേശ്. ബാംഗ്ലാദേശ്. ഒരാളുടെ ഉള്ളിൽ പോയി തിരക്കണേ. സലാം. ഫൈൻ. നാം Dilwar Singh Jali. Yes. In I'm Spain? from Nepal. Huh? I'm from Nepal. Nepal. Wow. पास के साथ नाम राकेश. राकेश. कहाँ से? बैंगलोर. मैंगलोर और बेंगलोर. बैंगलोर. और रिसेप्शनिस्ट क्या वो आपका दोस्त है क्या? வணக்கம். தமிழ்நாடு எங்கே இருந்து? ചെന്നൈ. சென்னை பக்கத்தில் எங்கே இருந்து? എത്ര നാളാച്ചിங்க? 8 വർഷമായി. 8 വർഷമായി. എന്നാൽ பார்க்கவே ഇല്ലേ? ഞാൻ ഇന്നലെ ഇങ്ങനെ യൂട്യൂബിൽ பார்த்தோம். ഓക്കെ. ഇവിടെ നമ്മൾ ഇറങ്ങട്ടെ. നമ്മൾ ഡെസ്റ്റിനേഷൻ എവിടെ വെച്ചാൽ സൂറാണ്. സൂർ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ കൂട്ടി സൂർ നമ്മൾ ഇന്ന് എത്തുവാറില്ല. വാദിഷാബ് പോകണം. വാദിഷാബ് ഒരു കിഡിലം സ്ഥലമാണ്. അതായത് നല്ല ക്ലിയർ വാട്ടറൊക്കെ ഉള്ള, ഇപ്പോൾ വെള്ളം ഉണ്ടാവില്ല കേട്ടോ, പോയി നോക്കാം, ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ എത്തുക. ഏകദേശം ഇവിടുന്ന് 164 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് 164 കിലോമീറ്റർ ഉണ്ട് വാദിഷാബിലേക്ക്. വാദിഷാബിൽ നിന്ന് സൂറിലേക്കൊരു 50 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അല്ലേ? ഒന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. ഷമീർക്ക ഫോട്ടോ നാല് നമ്മളെ സ്റ്റേക്ക് സെറ്റാക്കി തന്ന ഷമീർക്കാണ്. എല്ലാത്തിനും താങ്ക്സ് ഷമീർക്കൻ്റെ മോന്. ഭാവി ഷമീർക്കനെ പോലെ ആവുക, എഞ്ചിനീയറാവുക. സലാം ബാബ. ഹായ്, ഇത് നമ്മളെ ഹോട്ടലിലെ ഓണറാണ് കേട്ടോ, മഹർ അല്ലേ? Okay, nice to meet you. So, how is Oman as a destination? If someone drink from Oman water, he Yeah. will come back again. So, we hope you will come back again. Inshallah, sir. Yeah, but not with motorbike, with plane. So, you stay more here time. Inshallah. Thank you, bro. Thank you. Bye. Thank you. പോട്ടെന്നാ. ഓക്കെ, ഇൻഷാല്ലാ. ഷമീർക്ക പോയി. പോട്ടറാ. കിടന്ന് തിളയ്ക്കുന്ന ചൂടാണ്. ഒരു വപ്പട റോട്ട് വെച്ചിട്ട് പൊരിച്ചിട്ട് എടുക്കുക. അതിവിടുത്തെ ഭയങ്കര ഫേമസ് പള്ളിയാണ്. അതിന് 3 കുബ്ബയും 2 മിനാരങ്ങളും ഉണ്ട്. ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി, അല്ലെങ്കിൽ ഒമാനിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ പള്ളി സുൽത്താൻ ഖാബൂസിൻ്റെ ഗ്രാൻഡ് മോസ്കാണ്. തൊട്ടപ്പുറം ഉണ്ട് കേട്ടോ. രാത്രി കാഴ്ചയാണ് ഏറ്റവും മനോഹരം. അതിൻ്റെ
അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മൾ ഈ ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ പള്ളിയാണ് ശരിക്കും ഭയങ്കര ഒരു അട്രാക്റ്റീവ്. അതായത് ഇവിടെ മസ്കറ്റിലേക്കൊക്കെ ഫ്ലൈറ്റ് ഇറക്കുമ്പോൾ ഈ പള്ളി മാത്രമാണ് എനിക്ക് ലാൻഡ്മാർക്കായിട്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞേക്കാം അവിടെയുള്ള ആൾക്കാർ. ഇന്നലെ രാത്രി നമ്മൾ ആ ചുരം കയറാൻ വേണ്ടി പോയപ്പോൾ ഭയങ്കര ഭംഗിയിൽ നിന്ന് ഞാട്. സത്യം മാത്രം പറഞ്ഞൊരു വ്യക്തിയാണ്. ഒരു സൈസ് ചീടി മണ്ണാണിത്. അതുകൊണ്ട് തന്നെ ഇവർ ഇരുമ്പിൻ്റെ നെറ്റിട്ടിരുന്നു വല മുഴുവൻ പൊതിഞ്ഞിക്കണ്. ആ കല്ലിനെ പൊടിഞ്ഞ് വീകണ്ടെന്ന് കരുതിയിട്ട് കാണുന്ന എല്ലാ പമ്പും എണ്ണടിക്കുക. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എണ്ണ പമ്പ് ഉണ്ടാവുകയെന്ന് അറിയൂല അവിടെ ഒക്കെ അല്ലേ. മൊഗാസ് 91, മൊഗാസ് 95, 95 ഫുൾ. इतना बोल लो बस इतने ही जाएगा. इसका फुल प्रेशर है. हाई प्रेशर है. आपका नाम क्या है? जगतार सिंह. हाँ जगतार सिंह. अच्छा, पंजाब से आप? आप? मैं केरला. कार्ड है आंटी, पैसा नहीं चलेगा? कार्ड चलेगा? कार्ड भी चलेगा, पैसा भी चलेगा, सब कुछ चलेगा. कभी जाएगा? अभी नहीं जाएगा, अभी लगाएगा 2-3. शादी किया? अभी नहीं किए. हाँ इसलिए नहीं जाता है. थैंक यू. എൻ്റെ മോനെ ചൂട് ചൂട്. ആ ആടോളോ ഇതാർക്കും വേണ്ടാത്ത. നല്ല രോമുള്ള ആട് കേട്ടോ, ചെമ്മരിയാടത്തല്ലേ. കൊമ്പൊക്കെയാണ്.
ഞാൻ പീഡിപ്പിക്കാൻ വന്നല്ല, അവിടെ നിന്നോളൂ, ഞാൻ ഒന്നും കാട്ടില്ല. Uncyclable. Hey Siri, how is the weather? One second. സിരിൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയിന് വെതർ. Still on it. Something went wrong. Please try എനിക്ക് again. മനസ്സിലായി. അല്ലെങ്കിൽ ഒരു ഉപകാരത്തെ തന്നെ കിട്ടിക്കോളൂ. ഈ ബലദിയൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ഈ റോഡ് സൈഡ് ഇങ്ങനെ റോഡൊക്കെ ക്ലീനൊക്കെ നടക്കുന്ന ആൾക്കാർ ഈ വെയിലും കൊണ്ടാണ്. നമ്മൾ പിന്നെ ബൈക്കുമ്പോൾ പോകുമ്പോൾ പേടിച്ചും വണ്ടി, നമ്മളിങ്ങനെ ബൈക്ക് പോകുമ്പോൾ കുറച്ചെങ്കിലും ഒരു കാറ്റ് കിട്ടുമായിരിക്കാം. നടന്നിട്ട് റോഡൊക്കെ ക്ലീനാക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ വാദി അർബൈ എന്ന് പറഞ്ഞൊരു നദിയാട്ടത്. പക്ഷെ നദിയിൽ വെള്ളമൊന്നുമില്ല, ഒക്കെ വറ്റി വരണ്ട് പോയി. നേരെ ചേരുന്നത് കടലിലേക്കാണ്, തൊട്ടപ്പുറം തന്നെയാണ് കടൽ. എല്ലാ സ്ഥലത്തും വെള്ളം ഒഴുകി വരാനായിട്ട് ഇവർ ഇതേമാതിരി ഇങ്ങനെ നദികളുണ്ടാക്കി ചാതി കയറി കൊടുത്തിട്ടുണ്ട്. സീസൺ ആകുമ്പോൾ ഇപ്പോൾ വെള്ളം ഉണ്ടാകാൻ മതിയായിരിക്കും. ഇപ്പം ഏതായാലും ഒന്നുമില്ല. അതുകൊണ്ടാ മലയിടുക്കുന്ന അവിടെ കുറച്ച് വെള്ളം കണ്ട് ആ മൂലക്കല് അവിടേക്ക് റോഡും ഉണ്ടല്ലോ. ആ റോഡ് എയിലേക്കും അതിൽ റോഡ് കണ്ട്. അശോകന് ക്ഷീണമാകാം, ഇനി വിശ്രമിച്ചിട്ടൊക്കെ മതി യാത്ര. അവിടെ പാമ്പൊന്നുണ്ടാവില്ലേ? തല വെക്കാൻ തലക്കാണി വരെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ശരിക്കൊരു 40 കിലോമീറ്റർ കൂടി ഉണ്ട് വാദിഷാബിലേക്ക്. വാദിഷാബിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ ഒരു വാദി അർബൈൻ കണ്ടില്ലേ, അതേപോലത്തെ ഒരു അതല്ല, ശരിക്കും ഇത് വാദിഷാബ് ഒരു കുളമാണ്, മലകൾക്കിടയിലുള്ളൊരു കുളം. പക്ഷെ ഭയങ്കര ക്ലിയർ വാട്ടറാണ് അവിടെ. പക്ഷെ ഇപ്പോൾ ഈ അർബൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വെള്ളം ഉണ്ടാവില്ല. എന്തായാലും നമുക്കവിടെ പോയി നോക്കാം. പിന്നെ വെച്ചാൽ പൊരിഞ്ഞ ചൂട് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂടാണ്. കുറേയൊക്കെ നമുക്ക് സഹിക്കാം. ഒരു 100 ഇപ്പോൾ ഏകദേശം നമ്മൾ വിട്ട് 150 കിലോമീറ്റർ നമ്മൾ ഓടി. പക്ഷെ വേറെ ഒന്നും ഒരു കാഴ്ചയും കാണാനില്ല. ഈ മലകൾക്കിടയിലൂടെ റോഡ് തന്നെ, ഇനി സൂറ് വരെ അങ്ങനെ തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ വാദിഷാബിൽ ഏതായാലും പോകണം കേട്ടോ. നല്ല അടിപൊളി ഒരു മരത്തിൻ്റെ തണലാണ് കിട്ടിയത്. ഈ മരം ഈ ചരിത്രത്തിൽ എഴുതപ്പെടണം. ദിൽഷാദ് പണ്ട് ഇതിൽ പോയപ്പോൾ ഇവിടെയാണ് വിശ്രമിച്ചതെന്ന്. ഈ ഒന്നുകൊണ്ട് പഠിക്കണ്ട, എഴുതപ്പെടും. പക്ഷെ ഒരു തേനീച്ച കുറേ നേരമായിട്ട് എന്നെ വട്ടടുണ്ട്. എന്താ പറയുക, അടിപൊളി മരുഭൂമി. പക്ഷെ പച്ചപ്പിട്ടിട്ടോ അവിടെയും ഇവിടെയൊക്കെ. അതൊക്കെ ഒട്ടകകൾക്ക് തിന്നോളാവൂലേ.
ഒട്ടകത്തുങ്ങൾ ഇങ്ങനെ വെറുതെ തലയും പല്ല നടക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് ചമച്ച് തിന്നാളൂ. നല്ല രസമുള്ള ഇലയാണ്. എല്ലാ ഇലയും ഒട്ടകം തിന്നും തോന്നുന്നില്ല, ചിലത് മാത്രമേ തിന്നുള്ളൂ. ഇതിന് നമ്മൾക്ക് മാസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിലും ഈ മാസത്തിൽ ഒരിക്കലും ഇവർ എവിടുന്നാണേക്കും വെള്ളം കുടിക്കുന്നത് ഒരു ഐഡിയയും കിട്ടണില്ല. എവിടെയും വെള്ളമില്ല. നമ്മളെ വെള്ളം തന്നെ കഴിഞ്ഞ് കുപ്പിയുള്ള ഇവിടെ കഴിഞ്ഞിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂറിലേക്ക് പോകാം കേട്ടോ. ഇതൊക്കെ നീച്ചെന്ന് പറയണമെന്നുണ്ട്, വയ്യ. അതുകൊണ്ടാണ് അവിടെ കിടന്ന് പറയണത്. സൂര്യൻ്റെ സ്ഥാനം മാറുന്നതനുസരിച്ച് നമ്മൾ കിടത്തത്തിൻ്റെ പൊസിഷനും മാറ്റണം. എന്താ ഒരു കിലുങ്ങണതുകൊണ്ട് പഠിച്ചോനെ, സ്വർണ്ണറ്റാണോ? ട്രിപ്പ് നിർത്തേണ്ടി വരുമോ? ഉണ്ടോ വേറെ സൗണ്ട്? കല്ലെടുത്തിട്ടാൽ ഈ സൗണ്ടല്ലല്ലോ ഉണ്ടാവുക. ഇതെന്താ മനസ്സിലാവും? മാർബിളാവോ? കോട്ട് റൈഡ് ചെയ്യാൻ മാത്രമല്ല, കിടക്കാനും കൂടിയാണ്. പൂവക്കളെ 5 മണിയായി. ഇനി കിടന്നാൽ ചിലപ്പോൾ ചെതൽ പിടിക്കും. വെള്ളം കഴിഞ്ഞിന്. ഹേയ് സിരി, പൂവല്ലേ? To do that, you'll need to be online. ഓടി അവിടുന്ന്. സീരിനെ ഞാനവിടെ കെട്ടിയാലോ എന്ന് ആലോചിക്കാം. അങ്ങനെ പോൾ എല്ലായിടത്തും കൊണ്ടുപോകും ചെയ്യാം. വിസയും പാസ്പോർട്ടും അതും വേണ്ട. സുഖം. എങ്ങനെ? അത് ശരി. ആ അങ്ങനെ. നിങ്ങളെവിടെ സ്ഥലം? ആ ഭക്ഷണം കഴിച്ചു. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് തന്നാളി. വെള്ളം കഴിഞ്ഞിന്. വെള്ളമാണ് കൂടുതൽ വേണ്ടിയത്. ഇല്ലല്ലോ, ഇത് തന്നെ ഉള്ളൂ. പോട്ടെന്നാ. അല്ല, ഞാനിങ്ങനെ വാദിഷാബിൽക്ക് അവിടെ പോവാണ്. അവിടെ വെള്ളം ഉണ്ടാവും ഇപ്പോൾ? താങ്ക്സ്. അത് നോക്കണ്ട, ഇത് വെയിലുണ്ട് ഓടിക്കണോണ്ടേ കുഴപ്പമില്ല. ശരി, ഇപ്പോൾ അത് കുഴപ്പമില്ല. ഞാൻ സൂറിലെത്തും ഇൻഷാല്ലാ. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് വാദിഷാബിൽ കേട്ടോ. വില്ലേജ് ഏരിയ ആണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ചെറിയ റോഡാണ് പക്ഷേ. ണല്ലോ.
സാറല്ലേ എവിടെ ഫുട്ബോൾ ടുഡേ അവിടെ 2 ഒമാനികൾ ഇരിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് വില്ലേജ് കേട്ടോ. السلام عليكم. هذا الطريق إلى وادي شاب. هذا ما طريق. طريق فين؟ വായിച്ചു പറയുന്ന അതിൽ പോകാനാണ്. This is new road. السلام. ايوه يمكن 100 سنه 100 سنه. انا من الهند. من الهند هندي. من الهند هندي. ابو وادي الشاب. انا من الهند. هذا الدراجه حق الهندي عند رويال وادي شاب. طيب. We're working. ها We're working. هندي هندي. ايوه هندي هندي. طيب هو ادري دحين. مرحبا مرحبا. مرحبا مرحبا. هذا ابويا كم عمره؟ هذا يمكن 100 سنه. سنه 100. വടച്ചറബേ 100 വയസ്സുണ്ടാവും അത്രയും മനുഷ്യന്. അത് അബൂയ അഗ്ഗിന്തോ അല്ല. يعني سن قريب. ايوه ما شاء الله هندي. ايوه هو نوم هنا. ايوه فين بيت عليه السلام؟ الحمد لله. طيب زين كل تمام ما شاء الله تمشيت. ايوه هندي اخوي. وين باغي؟ وادي الشاب ولا؟ لا وادي الشاب. هذا الطريق جديد ولا؟ الجمل. ايوه شو اسمه؟ راشد. റാഷിദ്. താൽ ഒക്കെ നമ്മളെ ഇവിടുത്തെ മക്കളാട്ടോ ഈ വില്ലേജിലത്തെ. പൊടിച്ചോനേക്ക് കാരക്കും ഗാവിയൊക്കെ കൊടുത്ത് നിൽക്കണ. യാ നൂനി ക്യാ ഹാൽ കൈഫ് ഹാൽ طيب. تعال هذا ثوب حق العماني. هذا ثوب حق العماني. ايوه ايوه هذا عماني اصلي. هذا كمان لا هذا لكن هذا حق الاماراتي. متقصبين. ايوه هذا الاماراتي ذا؟ ايوه لا بالعماني قهوة بالعماني. يقدر يطلع من دبي لعمان. لا دبي قريب من الهندي. സിഫാനി എന്ന് പറഞ്ഞൊരു വില്ലേജ് ആട്ടത്. അതായത് ഈ വില്ലേജ് ഇപ്പം അടുത്ത് ഇങ്ങോട്ട് കുറച്ച് വീടുകളും ഒക്കെ മാറി താമസിച്ചാണ്. പിന്നെ ഇതാണ് ഇവിടെ ലേഖ പള്ളി. ഈ റോഡ് ശരിക്കും തെറ്റായിട്ട് നമ്മൾ പോണേ. നമ്മളിവിടെ ഏതായാലും നിർത്തി ചോദിച്ചത് നന്നായി. ഇത് വാദി ഷാപ്പിൻ്റെ വ്യൂ പോയിന്റിലേക്കുള്ള റോഡാണ്. പക്ഷെ ഇതിലൂടെ പോവാം, പക്ഷെ തിരിച്ചിറങ്ങി വരാൻ പാടാണ് പറഞ്ഞു നമ്മളെ ബൈക്കും കൊണ്ട്. വാദി ഷാപ്പ് നമ്മൾ പോണ വഴിയിലാണ് അത്ര. നമ്മൾ പോണ വഴിയിലൂടെ വെള്ളം ഉണ്ടെങ്കിൽ അത് കാണാം. ആളൊക്കെ കൂടി നമ്മൾ വണ്ടീൻ്റെ അടുത്ത്. ഒമാനിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു വില്ലേജ് കിട്ടുള്ളൂ. ഇനി സൗദി അറേബ്യയിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേമാതിരി കിട്ടാൻ മതിയാവും. هاتيني هذا انت جيب هذا. لا ايش ايش هذا حقي. انت جيب هذا. انت جيب هذا. هذا 100 هذا يمشي؟ يمشي. سيارة. ما في فرامل. ايه من الهند يقول جاي عليها من دبي. اي حتى على طول. ايه اخوان شيء هو
اسال كيف هندي كيف الهند اسال سأل ويحملها إيه. شبوق كذاك حملها شوية شبر عليها عبري والشولة كذاك كلها الدنيا تقصيها أكيد أكيد ما فوق جبل الليل ആ അതാ വരുന്നു അജയർ അതാ വരുന്നു ലാസ്റ്റ് هذا كاميرا هذا صاهر لا عن شيء وما ادري لا 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 താവളും കൂടി ഇല്ല നമ്മളെ വായിച്ചിക്ക് പിന്നെ ഇവിടെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കണം അത്ര ഈ ചെറിയൊരു ഷെഡിലാണ് ആൾ കിടന്നുറങ്ങുന്നത് ഇത് മൂപ്പരെ വീട് തന്നെയാണ് പക്ഷെ മക്കളാരും ഇല്ലായിരുന്നു ഇവിടെ ഉള്ള ഈ വില്ലേജിലുള്ള എല്ലാവരും കൂടിയാണ് മൂപ്പരെ നോക്കുന്നത് لا 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 شراب شراب كلكم خير طيب കയറിയത് ഏതായാലും നന്നായിട്ടോ കാരണം എന്താ അറിയോ സംഭവം അതല്ല റോഡ് അതാ ലോങ്ങിൽ കാണുന്നൊരു വെള്ള കളറ് റോഡിൻ്റെ അപ്പുറം എന്താ സംഭവം അറിയോ അത് നിങ്ങൾ വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അത് കടലാണ് പിന്നെ വേറെ അപ്പുറം കറക്റ്റ് നേരെ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നേരെ അപ്പുറം മുംബൈയാണ് കറക്റ്റ് നോക്കണം നമ്മൾ ഇന്ത്യയാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തി സായിപ്പിനെയും അതാമ്മനെയും ഏതോ ഒരു ഒമാനി എല്ലാം പറ്റിക്കുന്നുണ്ട് സംഭവം കടലിനോട് തൊട്ടടുത്ത് ചാരി കിടക്കുന്ന സ്ഥലം പക്ഷെ ഇതിൽ ഉപ്പുണ്ടാവും അറിയില്ല കേട്ടോ തൊട്ടപ്പുറം കടലാണ് ഇതിൽ ഉപ്പില്ലെങ്കിൽ സംഭവം കളറായി പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്കായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ നേക്ക് I'm going to Morocco, Africa. Really? Yeah. Oh, good. Good luck. Thank you. ഓരോ ട്രിപ്പ് ഒന്ന് കഴിഞ്ഞു ഒരു സംഖ്യ വാങ്ങിയിട്ടുണ്ടാവും ടീം കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല നിന്നോട് ഒമാനി ഇങ്ങനെ ആർക്കവിടെ തോണി കയറേണ്ടിയേ തോണി നമ്മൾ ദാസേട്ടൻ്റെ തോണി എടുത്ത് എത്ര കറങ്ങിക്കണ് ആ ലവിക്കുട്ടത്തിൻ്റെ കടാത്ത് വാ ഇതിലുപ്പില്ല അപ്പോൾ ഇത് പൊളിച്ചിട്ടോ പരിപാടി പക്ഷേ ഈ ഒരു താഴ്വാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഇതിൽ കൂടെയുള്ള റൈഡൊന്നുമില്ല ഇതിപ്പോൾ എവിടെ ഒറ്റം കയറിപ്പോയാലും ഇവിടെ ഒറ്റല്ലേ പോയുള്ളൂ പക്ഷെ നാട്ടിലൊരു ഫീൽ ഇട്ടോ അവിടെ മരങ്ങളൊക്കെ കാണുമ്പോൾ ഇതേ ഈ മലൻ്റെ മേലിൽ വരുന്ന വെള്ളമാണ് അതുകൊണ്ടാണ് ഇതിൽ ഉപ്പില്ല കേട്ടെ കടലുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ സംഭവം എന്താ വെച്ചാൽ കടലിലേക്ക് തന്നെ ഒഴുകി പോകുന്നുണ്ട് അവിടുന്ന് പക്ഷേ ഇതിപ്പോൾ ഓഫ് സീസണാണ് സീസൺ കഴിഞ്ഞാൽ ഇതിനേക്കാളിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും അത്രേ വാദി പിന്നെ വാദി ഷാബ് വാദി കബീർ കുറേ വാദികളുണ്ട് വരുന്ന കഴിഞ്ഞാൽ പോലെ
ഇനി സൂറിൽ നോക്കിയാൽ മതി. സൂറ് ഒമാൻ്റെ മെയിൻ ഇൻകം ക്രൂഡ് ഓയിൽ. കിലോമീറ്ററുകളോളം കിടക്കുന്നുണ്ട് കേട്ടോ ക്രൂഡ് ഓയിൽ എടുക്കണ ഈ സാധനം. എല്ലാ റിഫൈനറികളാണ് മൊത്തം. സൂറിലെത്തിന് ഏകദേശം നമ്മൾ ഇവിടുന്ന് സൂറ് ടൗൺ എത്തണ വരെ ഇതന്നെ. സമയം ഒരു 8 മണി. ഞാൻ സൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത്. ജലാൻ ബുവാലിയോ ബനി ബുവാലി, ജലാൻ ബനി ബുവാലി. പിന്നെ സൂറിന് ഒരു 50-60 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. നാളെ കാണാം.